ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള സ്വീറ്റാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതായി ശർക്കരയൊക്കെ നല്ലപോലെ നലിഞ്ഞു വരട്ടെ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇത്രയും ആയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 കപ്പ് മട്ടയവലാണ് കേട്ടോ. മട്ടയവൽ തന്നെ വേണമെന്നില്ല, ഇതിന് പകരമായിട്ട് വെള്ളയവൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ അവലൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ അവൽ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടല്ല കേട്ടോ, 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഈ അവൽ വറുത്തെടുക്കണേ. ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെക്കാതെ 30 സെക്കൻഡ് തന്നെ മതിയാകും കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ അവലൊക്കെ നമുക്ക് നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. ഇതാ കണ്ടോ, ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ ഈ അവൽ വറുത്തെടുത്ത ഉടനെ തന്നെ ഇതിൽ കൂടുതലായിട്ടുള്ള എണ്ണയൊക്കെ ഒന്ന് പോകാനായിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുന്നതും നല്ലതാണ് കേട്ടോ. മുഴുവനും വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അവലും നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ശർക്കരപ്പാനിയില്ലേ, അതൊന്ന് അരിച്ചുകൂടെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്കിനി ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് അവൽ കൊണ്ടുള്ള നല്ലൊരു ബർഫിയാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് നമ്മുടെ ഈ ഒരു ശർക്കരപ്പാനി ഒറ്റനൂൽ പരുവം 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. കണ്ടോ, ഇതുപോലെ. ഇനി നമ്മൾ മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് ഇതിലേക്ക് 2 നുള്ളു ഉപ്പും നമ്മുടെ ഈ ഒരു ബർഫിക്ക് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയുമാണ് ചേർക്കണത്. ഏലക്കപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അവലില്ലേ, അതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത്രയും മതിയേ. ഇനി ഇത് ചൂടോടെ തന്നെ എണ്ണ തൂത്ത് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചൂടോടെ തന്നെ വേണം കേട്ടോ ഷേപ്പാക്കിയൊക്കെ എടുക്കാനായിട്ട്. കുറച്ച് തണുത്ത് പോയി കഴിഞ്ഞാൽ പോലും ഇത് സെറ്റായി പോകും. പിന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാനായിട്ടൊക്കെ നല്ല പാടായിരിക്കും. ഇനി ഇത് സ്പാച്ചുലയോ സ്പൂണോ വെച്ചിട്ട് കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തുകൂടെ കൊടുക്കാം. ഇനി ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അടിഭാഗമോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൂടെ കൊടുക്കണേ. ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ട് നമുക്കിതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് നന്നായി തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് എടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് കമഴ്ത്തി എടുത്ത ശേഷം കട്ട് ചെയ്തിട്ടും എടുക്കാം. അല്ലെങ്കിൽ ഈ പാത്രത്തിൽ വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് സെറ്റായി വന്നുകൊണ്ട് തന്നെ ചെറിയൊരു ബലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതിയേ. ഒത്തിരി പാടൊന്നുമില്ല കേട്ടോ, സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുവേ. ഇത്രേ ഉള്ളൂ നമ്മുടെ അവൽ ബർഫി. ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ കിട്ടുക. കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും. അവലും ശർക്കരയൊക്കെ നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്നതല്ലേ. ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്